ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ടെറസ് കൃഷി എന്ന് പറഞ്ഞ് നമ്മൾ വലിയ രീതിക്ക് ടെറസിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ടെറസ് കൃഷി നല്ല രീതിക്ക് പോയി എന്ന് വേണേൽ പറയാം. പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ടെറസിൽ കയറി അത് നനക്കാനോ നോക്കാനോ പറ്റാത്തൊരു കാര്യം കാരണമാണ് അത് പോയത്. പ്രധാന കാര്യം അതൊന്നും അല്ലായിരുന്നു. എനിക്കിതിൻ്റെ മുകളിലായിരുന്നു നമ്മൾ വെള്ളം പിടിച്ചു വയ്ക്കുന്നൊരു ടാങ്ക് ഉണ്ടായിരുന്നത്. വാട്ടർ ടാങ്ക് ഉണ്ട്, അത് നമ്മൾ ഓപ്പണാക്കി എടുക്കുകയല്ലോ. മുകളിൽ എനിക്ക് പൈപ്പില്ല, അപ്പോൾ ഞാൻ താഴത്തുനിന്ന് ഒരു ഓസിട്ട് നമ്മൾ വെള്ളം മുകളിലോട്ട് പിടിച്ചു വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ താഴത്ത് ഇത്തിരി പണികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുകളിൽ ഇരുന്ന ആ ടാങ്ക് താഴത്തോട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമുക്ക് ശരിക്കും നനക്കാനായിട്ട് വെള്ളം നമുക്ക് അല്ലെങ്കിൽ എപ്പോഴും വെള്ളം അതിനകത്ത് ഉണ്ടാവും. നമ്മൾ അടിച്ച് നിറച്ചിടും. എപ്പോഴെങ്കിലും നമ്മുടെ സമയത്ത് ഓടി വന്ന് രാത്രി വന്ന് നനയ്ക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അപ്പം ആ സാധനം നമ്മുടെ മുകളിൽ നിന്ന് താഴത്തോട്ട് പോയത് കാരണം നമുക്ക് അങ്ങനെ വെള്ളം നിറക്കാൻ പറ്റുന്നില്ല. വാട്ടർ ടാങ്ക് നിറയുന്ന സമയത്ത് ഉണ്ടെങ്കിൽ വന്ന് നനച്ച് ചെടികൾക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ വന്ന് ശ്രദ്ധകേട് കൊണ്ട് എൻ്റെ ചെടികളെല്ലാം തന്നെ പോയി. പിന്നെ അത് ഇപ്പം മുളകാണേലും വെണ്ടയ്ക്കാണേലും പയറും എല്ലാം പോകേണ്ട ഒരു സമയമായിരുന്നു ഞാൻ വെച്ച് കഴിഞ്ഞിട്ടും. അപ്പോൾ സംസാരിച്ച് നിൽക്കാമല്ലോ. അപ്പം ഇനി ഒന്നേന്ന് എനിക്ക് ടെറസിൽ ഈ സംഭവങ്ങൾ വീണ്ടും തുടങ്ങണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഒന്നേന്ന് തുടങ്ങണമെന്ന് വെച്ചപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത്, എനിക്ക് ഈ ടെറസിൽ ഞാൻ ഈ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചെറിയ ചട്ടികളിൽ വെച്ചിട്ട് നമ്മൾ ഒരു നേരം നനക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ അത് വീണ്ടും വാടിക്കിടക്കും. അപ്പം ഇത്തിരി വലിയൊരു പാത്രത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊക്കെ നനച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു ദിവസം ഇന്നിപ്പോൾ രാവിലെ നനച്ചു, നാളെ രാവിലെയാണ് വന്ന് നനക്കുന്നതെങ്കിലും അത്ര അതിന് പ്രശ്നങ്ങൾ വരികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം താഴത്ത് മോൻ പണ്ട് ചെറുപ്പത്തിൽ ഈ ഗപ്പീനെയൊക്കെ വളർത്താനായിട്ട് ഫ്രിഡ്ജ് ബോക്സ് നമുക്കിവിടെ കിട്ടാനുണ്ട്. അത് മേടിച്ചുകൊണ്ട് വന്ന് ഇടുമായിരുന്നു. അപ്പോൾ ആ ഫ്രിഡ്ജ് ബോക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഈ ചട്ടിയിലെ മണ്ണെല്ലാം അതിനകത്തിട്ടൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും ടെറസിൽ ഒന്നേന്ന് സെറ്റ് ചെയ്ത് തുടങ്ങണം എനിക്ക്. പിന്നെ ഒന്നേന്ന് സെറ്റ് ചെയ്യാനൊന്നുമില്ല, താഴത്ത് ഞാൻ അടുത്ത സെറ്റ് സാധനങ്ങൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. മുളക്, വഴുതന, വെണ്ട, തക്കാളിയൊക്കെ എനിക്ക് താഴത്ത് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ആകുമ്പോഴേ തന്നെ അവനെ കയറ്റി വെച്ചാൽ ഇതുങ്ങൾക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും കയറി പിടിക്കേണ്ട, മുഴുവനായിട്ട് ഇത് മാറ്റിയിട്ട് വേണം അത് കയറ്റാൻ ഓർത്തിരിക്കുകയാണ്. താഴത്തത് ചട്ടിയിലൊക്കെ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വേറെയുണ്ട്, നമുക്ക് പല ഭാഗത്തായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ടെറസ് കൃഷി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ചെറിയ പോട്ടിനേക്കാളും എപ്പോഴും നമുക്ക് നല്ലത് വലിയ രീതിക്ക് ഇച്ചിരി വലിയ വിസ്താരമുള്ള പാത്രങ്ങളാണെങ്കിൽ നമുക്ക് വിളവും കൂടും, നമുക്ക് അതിനെ പരിചരിക്കാനുള്ളൊരു ഇതും നമുക്ക് കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഓർത്തു, നമ്മൾ ഈ തെർമോക്കോൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. എറണാകുളത്തൊക്കെ മാർക്കറ്റിൽ തെർമോക്കോൾ ഷീറ്റായിട്ട് കിട്ടാറുണ്ടായിരുന്നു നേരത്തെ. ഈ പിള്ളേരുടെ ക്രാഫ്റ്റ് വർക്കിനൊക്കെ ആയിട്ട് പണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലിച്ചിരി കട്ടി കൂടിയ ഞാനൊരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോയിൽ ആളുടെ ടെറസ് കൃഷി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതുപോലത്തെ ഒരു 5 ഷീറ്റ് മേടിച്ചിട്ട് നല്ല ഇൻസുലേഷൻ ടേപ്പ് എന്ന് പറഞ്ഞാൽ വീതി കൂടിയ, അതായത് നമ്മൾ ഈ ബണ്ടിലൊക്കെ അയക്കാൻ ഈ ദൂരത്തു നിന്നൊക്കെ കണ്ടെയ്നറിനൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ കെട്ടുന്ന റാപ്പ് ചെയ്യുന്ന ആ ഒരു വലിയ ഒരു ഇതില്ലേ, സെല്ലോ ടേപ്പില്ലേ, ഇങ്ങനെ ഇത്രയും വീതിയൊക്കെയുള്ള, അത് വെച്ച് റാപ്പ് ചെയ്തൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് നല്ല വീതിയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ഒരു 5-8 ഫ്രിഡ്ജ് ബോക്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു 5-8 ഈ ഒരു 1, 2, 3 ഈ ഭാഗത്തൊരു 3 എണ്ണം, ഈ ഭാഗത്തും ഒരു 2-3 എണ്ണമൊക്കെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും സങ്കടമായി പോയുണ്ടല്ലോ, എൻ്റെ ആ ഇതൊക്കെ അങ്ങ് തീർത്തും പോയി. കണ്ടോ, നമ്മുടെ പുതിനയൊക്കെ തീർത്തും ഉണങ്ങിപ്പോയി വെള്ളം കിട്ടാതെ. പിന്നെ ഞാൻ എപ്പോഴും വന്നിട്ട് ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കുറ്റിക്കുരുമുളക് നനയ്ക്കും. പിന്നെ എല്ലാം കുറേശ്ശെ വെള്ളം ഞാൻ എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് പോവുകയാണ് ഞാൻ ചെയ്യണത്. എനിക്ക് 2 കുറ്റിക്കുരുമുളകുണ്ട്, ഒന്ന് ഇവിടെ ഒന്ന് അതിൻ്റെ അപ്പുറത്തും. അപ്പോൾ ഇത് നിറയുമ്പോൾ ഇതിനകത്തോട്ട് സ്വയമേ വെള്ളം വീഴുന്ന രീതിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ടെറസ് ഒന്ന് മൊത്തം ക്ലീൻ ചെയ്തിട്ട് അടുത്ത സെറ്റ്
പച്ചക്കറിയൊക്കെ കയറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ ഓർക്കും ഇത്രയും കരിയുന്ന ഇതിനൊന്നും ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, അങ്ങ് പൊക്കോട്ടേന്ന് തന്നെ വിചാരിച്ച. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു മുളക് പൊടി ഉണ്ടാക്കുന്നത് ഈ മുളകിൽ നിന്നൊക്കെ പറിച്ച മുളക് വെച്ചാണ്. നല്ല വെയിലിതേ, ഞാനീ മാറി നിൽക്കാം, മുളക് പൊടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഒന്നിനും ഞാനൊരു വളമോ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും തന്നെ ചെയ്യുന്നില്ല, എല്ലാം അങ്ങ് പൊക്കോട്ടെ. എന്നിട്ട് ഒരു 2 ആഴ്ച കൊണ്ട് എനിക്ക് വീണ്ടും ഇവനെ നല്ല രീതിക്ക് പച്ചപ്പാക്കി എടുക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഇത്രയും ഇത് കളയാൻ കാര്യം, എനിക്ക് നന്നായിട്ട് കടന്നലൂത്ത് കിട്ടി കുറച്ച്. നമ്മുടെ താഴത്തെ പറമ്പിൽ നല്ല പുല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ മുറ്റത്തേക്കാണെങ്കിലും പുല്ല് സ്വയം കളയാമെന്ന് വിചാരിച്ച് ചെത്തിച്ചെന്നതാണ്. ചെത്തിച്ചെന്നപ്പോൾ ഒരു കടന്നൽക്കൂട് അതിനിടയിലുണ്ടായിരുന്നു. ഒന്ന് ചെത്തി അങ്ങ് ചെന്നത് നേരെ കടന്നൽക്കൂടയിലാണ് കയറി ഒരു പിടുത്തം പിടിച്ചത്. ഇവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് എന്നെ ദൈവം സഹായിച്ചാണ് വലിയ രീതിക്ക് അസുഖം മറ്റ് ഇതൊന്നും വരാതെ ഞാൻ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ കടന്നൽ കുത്തിയായിരുന്നു. കടന്നൽ കുത്തിയെന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇതൊക്കെ കടന്നൽ കുത്തിയ പാടാണ്. ഇവിടെ ഇത് കടന്നൽ കുത്തി കഴിഞ്ഞ് ഞാൻ ചൊറിഞ്ഞ് മൊത്തം ആ സകലം കുത്തി. പിന്നെ നമ്മൾ ആയുർവേദ മരുന്നൊക്കെയാണ് ഉപയോഗിച്ച് മാറിയത്. അപ്പോൾ ഈ കടന്നൽ കുത്തി കഴിഞ്ഞപ്പോൾ എന്നെ പറ്റി നമ്മുടെ ശരീരം മൊത്തം നീരായല്ലോ. നീര് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ നീര് മുഴുവൻ നടുവിനുള്ളിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് ഈ മേളിലോട്ട് കയറി വരാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വന്നാണ് ഇത് ശരിക്കും പോയത്. അപ്പോൾ 2 ആഴ്ച കൊണ്ട് വീണ്ടും പൂർവാധികം നല്ല രീതിക്ക് ഇത് സെറ്റാക്കി എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഓരോ വിശേഷങ്ങളും നിങ്ങളിലോട്ട് എത്തിക്കാറുണ്ടല്ലോ. അപ്പം ഞാൻ ഓർത്തു ഈ വിശേഷവും നിങ്ങളെ കാണിക്കണ്ടേ, എന്നാന്ന് വെച്ചാൽ പോയതും കാണിക്കണ്ടേ. പക്ഷെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇത് അപ്പം ക്ലീൻ ചെയ്ത്, നമ്മുടെ വീടിനകം എങ്ങനെയാണോ നമ്മൾ ക്ലീൻ ചെയ്യണത്, നമ്മുടെ വീടും പരിസരവും ക്ലീൻ ചെയ്യണത്, അതുപോലെ അന്നന്ന് തന്നെ ക്ലീൻ ചെയ്ത് ഇട്ടാൽ മാത്രമേ ഇതിനകത്ത് കീടബാധയും കുറയുള്ളൂ. ഇതിൽ നമുക്കിത് ടെറസാണെങ്കിലും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ ടെറസ് കൃഷി വീണ്ടും പൂർവാധികം ഭംഗിയായിട്ട് തന്നെ ടെറസ് കൃഷി കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ 2 ആഴ്ച കൊണ്ട് ഇത് വീണ്ടും നല്ല രീതിക്ക് പച്ചപ്പാക്കിയെടുക്കും. പിന്നെ നമുക്ക് താഴത്താണെങ്കിലും കൃഷി ഉള്ളത് കൊണ്ടാട്ടോ ഇതുമേ അത്ര നോക്കാതിരിക്കുന്നതും. അത്യാവശ്യം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ താഴത്തുനിന്ന് കിട്ടുന്നത് കൊണ്ടാണ് മേളിൽ ഇത്ര പോയിട്ടും അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നത്. ഇപ്പോൾ ടെറസിൽ നിന്ന് മാത്രം ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ഞാനിനി വീണ്ടും ഇത് പച്ചപ്പൊക്കെയാക്കി വരാം. അപ്പോൾ ഞാൻ എൻ്റെ നല്ല വശങ്ങൾ മാത്രം നിങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ല, എനിക്ക് വന്നേക്കുന്ന പ്രശ്നങ്ങളും കാണിക്കണ്ടേ. ഞാൻ ആദ്യം വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും പലയിടത്തും ഓരോ ടെറസും കിടക്കുന്നത് കണ്ട് എൻ്റെ ബുദ്ധിമുട്ടിലാണ് തുടങ്ങണേന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വന്നത്. അപ്പം അതുകൊണ്ടാണ് എൻ്റെ ടെറസും ഇങ്ങനെ ആയത് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ പരുവത്തിനാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പം എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാം. മറ്റ് അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ, എന്താണെന്നറിയില്ല, ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് എപ്പോഴും അസുഖങ്ങളാണ്. എന്തെങ്കിലും ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അല്ല വീഡിയോ എത്തിക്കാൻ പറ്റുന്നില്ല. നല്ല നല്ല കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ചില സമയങ്ങളിൽ എനിക്ക് വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇപ്പം തന്നെയാണെങ്കിൽ ഈ വെയിലടിച്ചിട്ട് കണ്ണ് നിറയും എനിക്ക്. അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത ദിവസം കാണാം.